പുറത്താക്കിയ പാർട്ടി നടപടി അംഗീകരിക്കുന്നുവെന്ന പി.കെ. ശശി. ജില്ലയിലെ വിമത കൺവെൻഷനിൽ പങ്കെടുത്ത ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശശി. പാർട്ടി ജനങ്ങളുടേതല്ലേ? ജനങ്ങളില്ലാത്ത പാർട്ടി കാലിയായ കഞ്ഞിക്കലം പോലെയാവില്ലേ? അങ്ങനെ ആകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണുള്ളത്. അതാണുള്ളത്. ഈ പ്രത്യയ ശാസ്ത്രത്തോടുള്ള കൂറ് ഞങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. സോഷ്യലിസത്തോടുള്ള കൂറ് ഞങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുക. പാർട്ടി നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ നടപടിയാണ്? പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ആലോചിക്കാനില്ലല്ലോ. പിന്നെ ഞങ്ങളുടെ നിലപാട് വെച്ച് മുമ്പോട്ട് പോകും. എന്നെ നിങ്ങൾക്ക് സംശയം? CPM വിമതരുടെ കൺവെൻഷൻ കൂട്ടായ്മ മാത്രമായാണ് നിലവിൽ പ്രവർത്തിക്കുകയെന്ന് ശശി പറഞ്ഞു. പ്രത്യേക പാർട്ടി രൂപീകരിച്ചിട്ടില്ല. ഒറ്റപ്പാലത്ത് UDF-നോട് ചേർന്ന് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ശശി നൽകിയില്ല. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ബന്ധുവോ ശത്രുവുമില്ല, താൽപര്യങ്ങൾ മാത്രമാണ് ഉള്ളതെന്നായിരുന്നു മറുപടി. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ബന്ധുവില്ല, സ്ഥിരമായ ശത്രുവില്ല, സ്ഥിരമായ താല്പര്യങ്ങളെ ഉള്ളൂ. എൻ്റെ അപ്പുറം അതിന് വിശദീകരണം ഒന്നുമില്ല. ഇതിലെല്ലാം അടങ്ങുന്നത്. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ബന്ധുവില്ല, സ്ഥിരമായ ശത്രുവില്ല, സ്ഥിരമായ താല്പര്യങ്ങൾ മാത്രമേ. തനിക്കെതിരെ ഉയർന്ന പരാതികളെല്ലാം കെട്ടിച്ചമച്ചതാണ്. തനിക്കെതിരായ സാമ്പത്തിക ആരോപണം ചിരിച്ചു തള്ളുന്നു. ജില്ലാ സെക്രട്ടറി നേതൃത്വം നൽകുന്ന റാക്കറ്റാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. എക്സൈസ് വകുപ്പിന്റെ കോൺഫിഡൻഷ്യൽ ഫയലുണ്ട്, അത് നോക്കിയാൽ സുരേഷ് ബാബു ആരാണെന്നറിയാം, ശശി വ്യക്തമാക്കി. ഇപ്പൊ ഞാൻ CPM അംഗമാണല്ലോ, CPM അംഗമാണല്ലോ ഞാൻ. ഈ അംഗമല്ല എന്നുള്ളത് അവര് പറയുകയാണെങ്കിൽ പറയട്ടെ, ആരാ പറയണെന്ന് പറയട്ടെ. ഇതിന്റെയൊക്കെ പടച്ചവൻ ഈ പാലക്കാട്ടെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന ഒരുത്തനാണെങ്കിൽ എനിക്ക് ഈ പാർട്ടിയിൽ തുടരണമെന്ന് ആഗ്രഹമില്ല. ഞാൻ എൻ്റെ കാര്യം തുറന്നു പറഞ്ഞാൽ, ഇയാളാണ് ഈ പാർട്ടിയുടെ അവസാന തീരുമാനം എടുക്കുന്ന ആളെങ്കിൽ, ഇയാളാണ് ഈ പാർട്ടിയുടെ പടച്ചവനെങ്കിൽ ഞാൻ ഈ പാർട്ടിക്കാരനാകാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ എനിക്ക് വേറെ കാര്യം നിൽക്കാറില്ല. ഞാൻ രാജിയൊന്നും വെക്കുന്നില്ല. എന്തിനാ രാജി വെക്കുന്നത്? അല്ല, യോഗ്യതയുള്ളവനാണ്, കഴിവുള്ളവനാണ്, യോഗ്യത തെളിയിക്കാൻ ശേഷിയുള്ളവനല്ലേ ഈ ആധികാരികമായിട്ട് അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടത്. അതിനൊന്നും ഒരു യോഗ്യതയില്ലാത്ത, വിലയില്ലാത്ത കുറെ ആളുകൾ വന്നിട്ട് എന്തെങ്കിലും പുലമ്പിയാൽ അതെല്ലാം അംഗീകരിക്കാൻ ഞങ്ങളെന്താ അടിമകളാണ്? അതെല്ലാം ഇരിക്കണം. അതൊക്കെ മാറി. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ശശിനെ നടപടിയെടുക്കപ്പോൾ ചില ആളുകൾ ധരിച്ചു വെച്ച് ശശി വീട്ടിലിരിക്കുന്നതാണ്. ചില ആളുകൾ മുദ്രാവാക്യം വിളിച്ച് ശശി വീട്ടിലിരുന്നിട്ടില്ലല്ലോ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ശശി എന്നും ജനങ്ങളുടെ അടുത്താണ്, ജനങ്ങൾക്കിടയിലാണ് ശശി. ജനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പി.കെ. ശശിക്ക് ഒരു ജീവിതമല്ല. അന്ന് ശശി മരിച്ചു എന്നാണ് അർത്ഥം. ഡിവൈഎഫ്ഐയിൽ മുതൽ പ്രവർത്തിച്ചു വന്ന പി.കെ. ശശി മണ്ണാർക്കാട്, ഷൊർണൂർ, ഒറ്റപ്പാലം മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തിയ നേതാവായിരുന്നു. 2016 തിരഞ്ഞെടുപ്പിലാണ് MLA ആയി വിജയിച്ചത്. ലൈംഗികാരോപണത്തെ തുടർന്ന് 2021 ഇദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ല. ഡിവൈഎഫ്ഐ വനിതാ നേതാവ് കേന്ദ്ര കമ്മിറ്റിക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് പാർട്ടി അന്വേഷണം നടത്തിയത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിരുന്ന AK ബാലനും P.K. ശ്രീമതിയുമാണ് ശശിക്കെതിരായ അന്വേഷണം നടത്തിയത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടിൽ ശശിയുടേത് തീവ്രത കുറഞ്ഞ പീഡനമായിരുന്നു എന്നാണ് റിപ്പോർട്ട് പറഞ്ഞിരുന്നത്. ശശിയുടെ പുറത്താക്കൽ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ CPM-ന് വലിയ തലവേദനയാവും. നിരവധി CPM പ്രവർത്തകർ ശശിയോടൊപ്പമുണ്ട്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശശിയെ അനുകൂലിക്കുന്നവർ നിരവധി വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ചിരുന്നു. അവിഭക്ത ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പാർട്ടി നേതൃത്വം തെറ്റായ വഴിക്ക് ചിന്തിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിനെതിരായി പരസ്യ നിലപാട് സ്വീകരിച്ച നേതാവാണ് മഹാനായ സഖാവ് AK-ജി. അതിനെതിരായ നിലപാട് സ്വീകരിച്ചയാളാണ് സഖാവ് ജ്യോതി ബസു. പറഞ്ഞു മനസ്സിലായോ? അപ്പോ അവിടെ പാർട്ടിയുടെ തീരുമാനം, പാർട്ടി തെറ്റായ വഴിയിലൂടെ, പാർട്ടി നേതൃത്വം തെറ്റായ വഴിയിലൂടെ പോയാൽ അതിനെതിരായിട്ടുള്ള പ്രതികരണം ഇടയ്ക്കുണ്ടാവും. തിരുത്താൻ ബാധ്യതപ്പെട്ടവർ തിരുത്തണമല്ലോ. ഞങ്ങൾ തിരുത്താനുണ്ടോ? ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. UTV ന്യൂസ്, പാലക്കാട്.